നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷിന്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതിനു മുന്നേ നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷിന്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കണ്ടു നോക്കുക. അപ്പോൾ ഈ റെസിപ്പിയിൽ നമുക്ക് വൈറ്റ് ചോക്ലേറ്റ്, ഫ്രഷ് ക്രീം, കണ്ടൻസ്ഡ് മിൽക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ആവശ്യമില്ല. അല്ലാതെ തന്നെ സെയിം ടേസ്റ്റിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഒരു 2-3 മിനിറ്റിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ ഈ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന്റെ തൊട്ടടുത്തായി കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും അതിന്റെ കൂടി ഓപ്പൺ ആയി വരുന്ന ബോക്സിൽ ഓൾ എന്ന് ടിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനൊരു ബൗളിനകത്തോട്ടേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി കോൺഫ്ലോർ കയ്യിലില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇതേ അളവിൽ മൈദ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഗോതമ്പ് പൊടി വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷെ ഗോതമ്പ് പൊടി ഉപയോഗിക്കുന്ന സമയത്ത് 2 ടേബിൾ സ്പൂൺ ആണെങ്കിൽ പോലും നിങ്ങളത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. അതല്ലെങ്കിൽ ആ ഗോതമ്പ് പൊടിയുടെ ഒരു പച്ച കുത്തൽ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ 3 എണ്ണത്തിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇതിൽ ഏറ്റവും നല്ലതെന്ന് തോന്നുന്നത് നമ്മൾ ഫ്രഷ് ക്രീം റെഡിയാക്കുമ്പോഴാണെങ്കിലും വൈറ്റ് ചോക്ലേറ്റിലൊക്കെ ആണെങ്കിലും കോൺഫ്ലോർ തന്നെയാണ്. അപ്പോൾ ഇതുണ്ടെങ്കിൽ മാക്സിമം ഇത് തന്നെ ഉപയോഗിക്കാൻ നോക്കുക. ഇനി ഇതിനകത്തോട്ടേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പാൽപ്പൊടിയാണ്. ഇപ്പോൾ ഞാൻ ഏകദേശം 3.5 ടേബിൾ സ്പൂൺ എടുത്ത് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ശരിക്കും വൈറ്റ് ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന റെസിപ്പി ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് വൈറ്റ് ചോക്ലേറ്റ് അതുപോലെ ഉണ്ടാക്കിയത് കയ്യിലുണ്ടെങ്കിൽ അത് തന്നെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. ഇനി ഇതിലോട്ട് ഒരു 3-4 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. ഇനി ഒരു സ്പൂൺ വെച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒട്ടും കട്ടിയൊന്നും ഇല്ലാത്ത രീതിയിൽ വേണം നമ്മളിതൊന്ന് യോജിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഞാൻ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇനി ഇത് റെഡിയാക്കി എടുക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു സോസ് പാനാണ് എടുത്തിട്ടുള്ളത്. ഇതിനകത്തോട്ടേക്ക് 1/4 കപ്പിനടുത്ത് പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഫുൾ ക്രീമായിട്ടുള്ള പാൽ തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ 1 കപ്പ് എന്ന് പറയുന്നത് 250 ml കപ്പാണ് കേട്ടോ. അങ്ങനെയുള്ള 1/4 കപ്പ് പാലാണ് ഞാൻ ഇതിനകത്തോട്ടേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതുപോലെ മധുരത്തിന് ആവശ്യമായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 കപ്പ് പഞ്ചസാരയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെന്നാണെങ്കിൽ അതിൽ കൂടുതൽ ആഡ് ചെയ്യാം. ഇത് തന്നെ ഇപ്പോൾ അത്യാവശ്യത്തിന് നല്ല മധുരം ഉണ്ടാകും. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പാൽപ്പൊടിയും കോൺഫ്ലോർ ഒക്കെയുള്ള ആ ഒരു മിക്സ് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ തവി വെച്ചിട്ട് ആദ്യം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഫ്ലെയിം ഓൺ ചെയ്യുക. എന്നിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് അങ്ങ് കട്ട പിടിച്ചു പോകും, കോൺഫ്ലോർ ഒക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ കൈ എടുക്കാതെ ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. ഏകദേശം ഒരു മീഡിയം കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കാരണം നമ്മൾ ഒത്തിരി അങ്ങ് കുറുക്കി കഴിഞ്ഞാൽ നമ്മുടെ കേക്കിൻ്റെയൊക്കെ മുകൾ ഭാഗത്ത് നമുക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാൻ കഴിയില്ല. പിന്നെ നിങ്ങൾക്ക് ഒത്തിരി തിക്കായിട്ടാണ് നിങ്ങൾ ചെയ്തെടുക്കുന്നതെങ്കിൽ വേണമെങ്കിൽ കുറച്ചുകൂടി കട്ടിയായിട്ട് ചെയ്തെടുക്കാം. പക്ഷേ ഏറ്റവും നല്ലത് ഈ ഒരു പാകത്തിന് റെഡിയാക്കി എടുക്കുന്നതാണ്. കാരണം ഇത് ചൂടാറി കഴിയുമ്പോൾ ഒന്നുകൂടി അങ്ങ് കുറുകി വരും. അപ്പോൾ ഇത് ചെറുതായിട്ട് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിനകത്തോട്ടേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂണിനടുത്തൊക്കെ ബട്ടർ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ബട്ടർ നല്ലതുപോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ബട്ടർ ഒന്ന് മെൽറ്റായി കഴിഞ്ഞ പാടെ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒത്തിരി അങ്ങ് കുറുക്കി എടുക്കരുത്. അപ്പോൾ പിന്നെ ഇത് ചൂടാറി കഴിയുമ്പോൾ ഒന്നുകൂടി കട്ടിയായിട്ട് വരും. അപ്പോൾ നമുക്ക് കേക്കിൻ്റെ ഒന്ന് മുകൾ ഭാഗത്ത് അങ്ങ് ഒഴിച്ചു കൊടുക്കാൻ കഴിയില്ല. തിക്കായിട്ടുള്ളൊരു പാകത്തിന് റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ കുറുക്കി എടുക്കാം നിങ്ങൾക്ക്. ഏറ്റവും നല്ലത് ഈ ഒരു സ്റ്റെപ്പിൽ ഫ്ലെയിം ഓഫ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ബട്ടർ ചേർത്ത് കഴിഞ്ഞാൽ ശരിക്കും ആ ഒരു വൈറ്റ് ചോക്ലേറ്റിൻ്റെ ആ ശരിക്കുള്ള ഒരു ടേസ്റ്റ് കിട്ടാനും അതുപോലെ തന്നെ ഇത് നല്ലൊരു ഷൈനിങ് ഉണ്ടാകാനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ബട്ടർ എന്തായാലും 1 ടീസ്പൂണെങ്കിലും നിങ്ങൾ ചേർത്ത് കൊടുക്കാൻ നോക്കുക. അപ്പോൾ ഹോം മെയ്ഡായിട്ട് ബട്ടർ ഉണ്ടാക്കുന്ന റെസിപ്പി നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഉണ്ടാകും, അതിനകത്തൊന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം. ഒന്ന് ചൂടാറിയതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. ഇതിനകത്തോട്ടേക്ക് 2 ഡ്രോപ്പ് എസൻസ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. വാനില എസൻസ് ഫ്ലേവർ വേണ്ടാന്നാണെങ്കിൽ അത് നിങ്ങൾക്ക് ഒഴിവാക്കാം. ഒന്ന് മിക്സ് ചെയ്ത് ചൂടാറി ഇതൊന്ന് കട്ടിയായതിന് ശേഷമുള്ളതൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് നല്ലതുപോലെ ചൂടാറി കിട്ടിയിട്ടുണ്ട്. ശരിക്കും നല്ല കറക്റ്റ് പാകത്തിന് കണ്ടില്ല. അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെയാണ് ഇതിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ തിക്കായിട്ട് നിങ്ങൾക്ക് ചെയ്യണമെന്നാണെങ്കിൽ ഇത്തിരി സമയം കൂടി കുറുക്കിയെടുക്കുക. അതല്ലെങ്കിൽ കോൺഫ്ലോറിൻ്റെ അളവ് ഇത്തിരി കൂടി കൂട്ടി കൊടുത്താൽ മതി. പക്ഷേ ഇത് ശരിക്കും കറക്റ്റ് മെഷർമെൻ്റ് ആണ്. കേക്കിൻ്റെയൊക്കെ മുകൾ ഭാഗത്ത് സ്പ്രെഡ് ചെയ്യുമ്പോൾ കണ്ടില്ലേ അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെയാണ് ഉള്ളത്. അപ്പോൾ നല്ല ഈസി ആയിട്ട് ഇതുപോലെ നമുക്ക് റെഡിയാക്കി എടുക്കാം വൈറ്റ് ചോക്ലേറ്റ് ഇല്ലെങ്കിലും. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ലൊരു വെറൈറ്റി ഡിഷായി കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.